ഓം ഹരിശ്രീ ഗണപതയേ നമഃ. സുഹൃത്തുക്കളെ, ഏവരും ഈ രാമായണ മാസത്തിൽ രാമായണം വായിച്ച് കേട്ടിട്ടാണ് ഉള്ളത്. നമുക്ക് കഴിയുന്ന രീതിയിൽ അവനവൻ്റെ കഴിവിനനുസരിച്ച് ആർക്ക് വേണോ രാമായണം വായിക്കാം, രാമകഥ അറിയാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ രാമായണ കഥയിലെ കഥാസാരത്തെക്കുറിച്ചാണ്. ഇപ്പോൾ എനിക്ക് തോന്നിയത് എല്ലായ്പ്പോഴും കൂടുതലും രാമായണം വായിച്ച് ഇടുന്നതാണ് നാം കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കഥയും കൂടെ പറഞ്ഞാൽ എന്ത് എന്നെനിക്കും തോന്നി. അങ്ങനെയാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളേവരും എൻ്റെ ഈ ചാനലിലേക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതുക. നിങ്ങൾ ഓരോരുത്തരും കാണുന്നത് എൻ്റെ ഒരു വിജയമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി ഞാനത് ചാനൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ബാലകാണ്ഡം ആദ്യത്തെ കഥ എന്താന്ന് നോക്കാം. അതായത് ഈ രാമായണത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ആദ്യം ഗുരുവിൻ്റെ കരുണ, ഗുരുവന്ദനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഗുരുവിൻ്റെ കരുണ അല്പമെങ്കിലും ലഭിച്ചവന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല എന്നാണ് സങ്കല്പം. അങ്ങനെ നമ്മുടെ അധ്യാത്മ രാമായണവും കവിശ്രേഷ്ഠൻ ആരംഭിച്ചിരിക്കുന്നത് ഗുരുവന്ദനത്തോടു കൂടെയാണ്. ഈ ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠനും ഗുരുക്കന്മാരുടെ ഗുരുവുമായ പരബ്രഹ്മത്തെയാണ് ആദ്യം വന്ദിച്ചിരിക്കുന്നത്. ആ പരബ്രഹ്മമാണ് രാമനാമത്തിൽ ഭൂജാതനായ അയോധ്യ രാജകുമാരൻ. അതുകൊണ്ട് കവി ആ പരബ്രഹ്മസ്വരൂപനായ രാമനെയാണ് ആദ്യം വന്ദിക്കുന്നത്. രാവണനെ വധിക്കാനാണ് രാമാവതാരം. ആ വസ്തുത വന്ദനത്തിൽ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതായത് രാവണാന്തക രാമ, എൻ്റെ ഹൃദയത്തിൽ രമിക്കണമേ എന്ന അഭ്യർത്ഥനയും ചെയ്യുന്നു. ആ ശ്രീരാമ സ്മൃതിയുടെ വന്യന്മാരായ ഗണപതി, സരസ്വതി, ശ്രീകൃഷ്ണൻ, പുരാണകർത്താവായ വേദവ്യാസൻ, ആദികവി, അതുപോലെ രാമായണവും രചിച്ച വാൽമീകി മഹർഷി എന്നിവരെല്ലാം വന്ദിച്ചുകൊണ്ട് രാമകഥ എഴുതാൻ ആരംഭിച്ചിരിക്കുകയാണ് എന്നായിട്ട് പറയുന്നുണ്ട്. ശ്രേഷ്ഠ ഗുരുവന്ദനം കൊണ്ട് രാമായണ കാവ്യരചന അനുസ്യൂതം തുടങ്ങി ശിവപാർവതിമാരെയും വന്ദിക്കുന്നു. പണ്ട് രാമനാമം ജപിച്ച് ഒരു കാട്ടാളൻ മാമുനിപ്രവരനായി വന്നതു കണ്ട ബ്രഹ്മാവ് രാമനാമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ഭൂമിയിലുള്ള ജീവികൾക്ക് മോക്ഷത്തിനായി രാമായണം ചമയ്ക്കണമെന്ന് ആഗ്രഹിച്ചു. സരസ്വതി ദേവിക്ക് ഉപദേശിച്ച രാമായണം നിർമ്മിക്കണം എന്നരുൾ ചെയ്തു. ഇപ്പോൾ വീണാപാണി സരസ്വതി ആ ആജ്ഞ അനുസരിച്ച് വാൽമീകി മഹർഷിയുടെ നാവിൽ കുടികൊണ്ട് വാൽമീകിയാൽ രാമായണം രചിക്കപ്പെട്ടു. വാൽമീകി ആദികവിയായി. അങ്ങനെ രാമായണം ആദ്യ കാവ്യവുമായി. വാൽമീകി സംസ്കൃത ഭാഷയിലാണ് രാമായണ രചന നടത്തിയത്. എഴുത്തച്ഛന് രാമായണം സാധാരണ ജനങ്ങളിൽ എത്തിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ടായി. അദ്ദേഹം അത് മലയാള ഭാഷയിൽ എഴുതി. അധ്യാത്മ രാമായണം എന്നാണ് ആ ഗ്രന്ഥം അറിയപ്പെടുന്നത്. മനുഷ്യർക്ക് അധ്യാത്മജ്ഞാനം ഉണ്ടാക്കുന്നതിന് ഈ ഗ്രന്ഥം യോഗ്യമാണ് എന്ന ധാരണയിലാണ് ഇത് നാമമരുളിയത്. അധ്യാത്മ രാമായണം രാമദേവന്റെ കഥാമൃതം ആസ്വദിക്കുന്നവർക്ക് രാമമാഹാത്മ്യം അറിയുന്നതിനും അതുവഴി മർത്യജന്മത്തിൻ്റെ ഫലം സിദ്ധിക്കുന്നതിനും ഉതകുന്ന ഭക്തി കൈവരിക്കുന്നതിനും ഇത് ഉതകണം. ഇതായിരുന്നു നമ്മുടെ എഴുത്തച്ഛൻ്റെ അഭിലാഷം. രാവണാദി രാക്ഷസന്മാരുടെ ഉപദ്രവത്താൽ ലോകത്തിൽ അക്രമവും അത്യാചാരവും വർദ്ധിച്ചു വന്നു. ഭൂമിക്ക് ഭാരം കൂടി വയ്യാത്ത നിലയിലെത്തി. ഈ അവസരത്തിൽ ഭൂമിദേവി ബ്രഹ്മദേവനോട് സങ്കടമുണർത്തിച്ചു. ബ്രഹ്മാദി ദേവഗണങ്ങൾ ഈ ഭോഗീശയനായ ശ്രീരാമനോട് കാര്യമുണർത്തിച്ചു. ശ്രീനാരായണനോട് കാര്യമുണർത്തിച്ചു, പ്രാർത്ഥിച്ചു. അതനുസരിച്ച്
ഭഗവാൻ അയോധ്യയിൽ ദശരഥന് തനയനായി ഭൂമിയിൽ അവതരിച്ചു. ഈ രാവണാദി രാക്ഷസരെ വധിച്ച് അയോധ്യയിൽ വന്ന് സൂര്യവംശത്തിന് അലങ്കാരമായിട്ട് രാജാവായി വാണു എന്നാണ് ഈ കഥാസാരം, ഈ രാമായണത്തിലെ പ്രതിപാദ്യം. അതായത് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലാണ് രാമായണം രചിച്ചിരിക്കുന്നത്. ഒരിക്കൽ ധ്യാനനിരതനായിരിക്കുന്ന പതി പരമേശ്വരനോട് ദേവി പാർവതി ചോദിച്ചു, പ്രഭു, അങ്ങ് സകലരുടെയും ഈശ്വരനാണ്. ലോകം മുഴുവൻ അങ്ങേ സ്തുതിക്കുന്നു, വന്ദിക്കുന്നു. എന്നിട്ടും അങ്ങ് ധ്യാനിക്കുന്നു, ജപിക്കുന്നു. അങ്ങ് ആരെയാണ് വന്ദിക്കുന്നത്, ധ്യാനിക്കുന്നത്? അങ്ങേക്കപ്പുറം ഒരു ഈശ്വരനുണ്ടോ ഈ ലോകത്തിൽ? അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, ദേവി, ഉണ്ട്. സാക്ഷാൽ പരബ്രഹ്മം മൂർത്തിയായി ഭൂമിയിൽ രാമനാമത്തിൽ അവതരിച്ചിട്ടുണ്ട്. ആ രാമനെയാണ് ഞാൻ ധ്യാനിക്കുന്നത്. അദ്ദേഹം ലോകത്തിനു മുഴുവനും എനിക്കും ഭവതിക്കും ഈശ്വരനാണ്. ആ നാമമാഹാത്മ്യം അവർണ്ണനീയമാണ്. അത് വർണ്ണിക്കുക അസാധ്യമാണ്. അത് അത്യന്തം രഹസ്യമാണ്. ഇത് കേട്ടപ്പോൾ ദേവി പറഞ്ഞു, പ്രഭു, എനിക്കും അതറിയാൻ ആഗ്രഹമുണ്ട്. രഹസ്യമായ വസ്തുക്കളും ഭക്തിവിശ്വാസമുള്ളവർക്ക് ഉപദേശിക്കാം എന്നാണല്ലോ ആചാര്യമതം. അതുകൊണ്ട് ഞാൻ നിൻ തിരുവടിയോട് ചോദിക്കുകയാണ്. ശ്രീരാമദേവനെക്കുറിച്ച് എനിക്കറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. രാമചരിതം എനിക്ക് ഉപദേശിച്ചു തരണം. അങ്ങല്ലാതെ മറ്റാരും തന്നെ എന്നോട് ഇത് ഉപദേശിക്കുവാനില്ല. അതുകൊണ്ട് ശ്രീരാമദേവന്റെ മാഹാത്മ്യം എന്നെ കേൾപ്പിക്കണം. ദേവി പാർവതി പരമേശ്വരനോട് ഇപ്രകാരം ചോദിച്ചത് കേട്ട് ശിവൻ പ്രസന്നനായി പറഞ്ഞു, വല്ലഭേ, നീ ധന്യയാണ്. എന്തെന്നാൽ ശ്രീരാമദേവന്റെ കഥ കേൾക്കണമെന്ന് മനസ്സിൽ തോന്നിയത് തന്നെ മഹാഭാഗ്യം. എന്നോടാരും തന്നെ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ ആരോടും രാമകഥ പറഞ്ഞിട്ടുമില്ല. അത്യന്തം രഹസ്യമായിട്ടുള്ള ഈ ചരിതം കേൾക്കണമെന്ന ആഗ്രഹമുണ്ടായത് ആ പുരുഷോത്തമനോടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് രാമനിൽ മനം വച്ച് ഞാൻ ആ കഥാസാരം ചുരുക്കി പറയാം. ആ പരബ്രഹ്മം സൃഷ്ടിസ്ഥിതി സംഹാരകാരകനായ ഭഗവാനാണ്. ബ്രഹ്മാവിഷ്ണു ശിവാത്മകനാണ്. ആ കഥ മോക്ഷദായകമാണ് നാഥേ. അത് ഞാൻ പറയാം, നീ കേട്ടുകൊള്ളുക. ശ്രീ ഹരി ഓം.